ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റിൽ 4th യൂണിറ്റാണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. നമ്മുടെ 4th യൂണിറ്റിൻ്റെ പേരെന്തായിരുന്നു മക്കളെ? സ്റ്റാർ ഇൻ ദി ജാർ എന്നതാണ് അല്ലേ. എന്താണ്? സ്റ്റാർ ഇൻ ദി ജാർ എന്നതായിരുന്നു നമ്മുടെ 4th യൂണിറ്റ് അല്ലേ. അപ്പം ചില കൂട്ടുകാർക്ക് ഇതൊക്കെ നിങ്ങളുടെ സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്ത ചാപ്റ്റർ ആയിരിക്കും അല്ലേ. എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഒരിക്കൽ കൂടി ഫസ്റ്റ് മുതൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ മക്കളെ, എല്ലാവരും റെഡി ആണല്ലോ. അപ്പോൾ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, നക്ഷത്രത്തെയാണ് നമ്മൾ സ്റ്റാർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സ്റ്റാർ ഇൻ ദി ജാർ എന്നുള്ളതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് പാഠഭാഗത്തോട്ട് പോയാലോ. നമുക്ക് അവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പിക്ചറിൽ കാണാം ഒരു സ്റ്റാർ എന്തിനകത്താണുള്ളത്? യെസ്, ജാറിനകത്തായിട്ടുള്ള ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അത് നോക്കിക്കൊണ്ടൊരു ബോയ് അവിടെ ഇരിപ്പുണ്ട് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മുടെ ചാപ്റ്ററിലോട്ട് പോവാം. നോക്കിക്കേ, ലിസൺ ടു യുവർ ടീച്ചർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചെറിയൊരു പോർഷൻ അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ മക്കളെ, ലക്കി ഹാഡ് എ ഹോബി ഓഫ് സെർച്ചിങ് ട്രഷേഴ്സ്. എന്താണ് മക്കളെ പറഞ്ഞത്? ലക്കി ഹാഡ് എ ഹോബി ഓഫ് സെർച്ചിങ് ട്രഷേഴ്സ്. ലക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബോയ് ആണ് കേട്ടോ. അപ്പോൾ അവൻ എന്തുണ്ട്? ഒരു ഹോബി ഉണ്ട്. എന്താണ് ഹോബി? സെർച്ചിങ് ട്രഷേഴ്സ് അല്ലേ. ട്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ട്രഷർ എന്ന് പറഞ്ഞാൽ നിധിയാണ് കേട്ടോ. എന്താണ് ട്രഷർ എന്ന് പറഞ്ഞാൽ? നിധിയാണ് കേട്ടോ. അപ്പം നമ്മുടെ ലക്കിക്ക് ഒരു ഹോബി ഉണ്ട്. ഈ ട്രഷേഴ്സ് അല്ലേ, നിധിയൊക്കെ തിരയുന്ന ഒരു ഹോബി ആർക്കുണ്ട്? നമ്മുടെ ലക്കിക്കുണ്ട്. ആഫ്റ്റർ എവരി സെർച്ച് ഹി വുഡ് ഗെറ്റ് സംതിങ് സ്പെഷ്യൽ. എന്താണ് പറഞ്ഞത്? ആഫ്റ്റർ എവരി സെർച്ച് ഹി വുഡ് ഗെറ്റ് സംതിങ് സ്പെഷ്യൽ അല്ലേ. എല്ലാ സെർച്ചിന് ശേഷം, അതായത് അവനെ ഓരോ സമയം എന്ത് ചെയ്യും, ഈ ട്രഷറിന് വേണ്ടിയിട്ട് ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എപ്പം തിരഞ്ഞാലും അവൻ എന്ത് കിട്ടും? എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവന് കിട്ടും. ഹി കെപ്റ്റ് ഓൾ ട്രഷേഴ്സ് ഇൻ എ ബോക്സ്, എ ട്രഷർ ബോക്സ്. അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഹി കെപ്റ്റ് ഓൾ ട്രഷേഴ്സ് ഇൻ എ ബോക്സ് അല്ലേ. അവന് കിട്ടിയിട്ടുള്ള എല്ലാ ട്രഷേഴ്സും, എല്ലാ നിധികളും എന്ത് ചെയ്തിട്ടുണ്ട്? അവനൊരു ബോക്സിൽ സൂക്ഷിച്ചിട്ടുണ്ട് അല്ലേ. ഏത് ബോക്സാണ്? എ ട്രഷർ ബോക്സ് അല്ലേ. അവന് കിട്ടിയിട്ടുള്ള എല്ലാ ട്രഷേഴ്സും അവനൊരു ട്രഷർ ബോക്സിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. One morning, Lucky saw something special in the garden. One morning, Lucky saw something special in the garden അല്ലേ. ഒരു ദിവസം രാവിലെ അവൻ അവൻ്റെ ഗാർഡനിൽ അല്ലേ എന്തോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സാധനം കണ്ടു. ഓക്കെ മക്കളെ, അപ്പം നമ്മളത് ചോദിക്കുന്നുണ്ട്, വാട്ട് ഈസ് ദാറ്റ് സ്പെഷ്യൽ തിങ്? എന്താണ് ആ സ്പെഷ്യൽ ആയിട്ടുള്ള സാധനം എന്ന് നമ്മളത് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അറിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു സ്റ്റോറി വായിക്കണം. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ലക്കിയെക്കുറിച്ചാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത് അല്ലേ. ലക്കിക്ക് ഒരു ഹോബി ഉണ്ട്. എന്താണ്? യെസ്, സെർച്ചിങ് ട്രഷേഴ്സ് അല്ലേ. എന്താണ് ട്രഷർ എന്ന് പറഞ്ഞാൽ? നിധിയാണ്. അപ്പോൾ മക്കൾ പരിചയപ്പെടുന്ന ന്യൂ വേർഡ് തന്നെ നമ്മുടെ ക്ലാസ്സിനോടൊപ്പം തന്നെ പഠിച്ചിട്ട് പോവുക കേട്ടോ. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം മിസ് അണ്ടർലൈൻ ചെയ്യാൻ പറയുന്ന വേർഡ്സൊക്കെ നന്നായിട്ട് പഠിക്കുക. ഇന്നിപ്പോൾ നമുക്ക് ക്ലാസ് ഉണ്ട്, പിന്നെ തൊട്ടടുത്ത ദിവസം നിങ്ങൾക്ക് ലീവാണല്ലേ, നമുക്ക് ട്യൂഷൻ വരുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ദിവസം നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ പാരൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള മുതിർന്ന മറ്റാരെങ്കിലും മക്കൾക്ക് മിസ് പറയുന്ന വേർഡ്സ് ഡിറ്റേഷൻ നടത്തും. മക്കൾ അതെന്ത് ചെയ്യണം? ഫോട്ടോ എടുത്തിട്ട് ഡിറ്റേഷൻ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാൻ പ്രയാസം ഇല്ലാത്തവർ ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യുക. അല്ലാത്ത കൂട്ടുകാരെന്ത് ചെയ്യണം? മിസ്സിന് പേഴ്സണലി സെൻഡ് ചെയ്ത് തരണം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ട്രഷർ ഒന്നാമത്തെ വേർഡ് കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യുക? ടെക്സ്റ്റ് ബുക്കിൽ മിസ് പറയുന്ന വേർഡ്സ് അണ്ടർലൈൻ ചെയ്യുക. ആ അണ്ടർലൈൻ ചെയ്ത വേർഡാണ് ഡിറ്റേഷനായിട്ട് അടുത്ത ദിവസം ഇടേണ്ടത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമ്മൾ എന്ത് പറഞ്ഞു? നമ്മുടെ ലക്കിക്ക് ഒരു ഹോബി ഉണ്ട്. എന്താണ്? ട്രഷറൊക്കെ തിരയുന്നത് അല്ലേ. ഓക്കെ, അങ്ങനെ എല്ലാ ഓരോ തിരച്ചിലും അവൻ എന്ത് കിട്ടും? സംതിങ് സ്പെഷ്യൽ അല്ലേ. സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടും. അത് അവൻ എവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു? ട്രഷർ ബോക്സിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. വൺ മോർണിംഗ് ലക്കി സോ സംതിങ് സ്പെഷ്യൽ ഇൻ ദി ഗാർഡൻ. അവിടെ മക്കൾ അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു വേർഡ് ഒന്ന് മോർണിംഗ് എന്നതാണ് കേട്ടോ. മോർണിംഗ് സ്പെല്ലിങ് പഠിച്ചോളൂ. അതുപോലെ തന്നെ ഗാർഡൻ. ഇപ്പം നമ്മൾ 3 വേർഡ്സ് അണ്ടർലൈൻ ചെയ്തു അല്ലേ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അറിയണ്ടേ എന്താണ് ആ സ്പെഷ്യൽ തിങ് എന്ന് കൂട്ടുകാർക്ക് അറിയണ്ടേ. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സ്റ്റോറി വായിക്കുക കേട്ടോ. മിസ് വായിക്കുന്നതിൻ്റെ താഴെ മക്കളെല്ലാവരും കൈവെക്കുക. അതിനുശേഷം മക്കൾ ഒറ്റയ്ക്കും വായിക്കണം കേട്ടോ. അത് മിസ് പറയാം എപ്പോഴാണ് എന്നുള്ളത്. നോക്കിക്കും മക്കളെ. ഹേ ലൂസി, കം ഹിയർ ഈസ് സംതിങ് സ്പെഷ്യൽ. എന്താണ് മക്കളെ പറഞ്ഞത്? ഹേ ലൂസി, കം ഹിയർ ഈസ് സംതിങ് സ്പെഷ്യൽ. Lucky called out to his sister. Lucy came up to Lucky. See this? It's nice, isn't it? He asked her. I think it's a toy star, Lucy said. No, this is not a toy star. It is special treasure, said Lucky.
ഓക്കെ മക്കളെ, എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്? ആ, ഹേ ലൂസി കം ഹിയർ, ഹിയർ ഈസ് സംതിങ് സ്പെഷ്യൽ എന്ന് നമ്മുടെ ലക്കി പറയാണ് അല്ലേ. ലക്കി ലൂസിയെ വിളിച്ചിട്ട് പറയാണ്, നീ ഇവിടേക്ക് വാ, ഹിയർ ഈസ് സംതിങ് സ്പെഷ്യൽ. ഇവിടെ പ്രത്യേകിച്ച് എന്തോ ഒരു സാധനം അല്ലേ, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള എന്തോ ഒരു സാധനം ഇവിടെ ഉണ്ട് എന്ന് പറയാണ് അല്ലേ. ലക്കി കോൾഡ് ഔട്ട് ടു ഹിസ് സിസ്റ്റർ. ലക്കി ആരെയാണ് വിളിച്ചത്? അവൻ്റെ സിസ്റ്റർ ആണല്ലേ. അപ്പം ലൂസി ആരാണ്? നമ്മുടെ ലക്കിയുടെ സിസ്റ്ററാണ്. അപ്പം ലൂസിയെ ലക്കി വിളിച്ചിട്ട് പറയാണ്, ഇവിടെ എന്തോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സാധനമുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. ലൂസി കേം അപ്പ് ടു ലക്കി. ലൂസി എന്ത് ചെയ്തു? ലക്കിയുടെ അടുത്തേക്ക് വന്നു അല്ലേ. സീ ദിസ്, ഇറ്റ്സ് നൈസ് ഇസിൻറ്റ് ഇറ്റ്, ഹി ആസ്ക്ഡ്. എന്നിട്ട് എന്ത് ചെയ്തു? അവൻ എന്തോ ഒരു സാധനം കാണിച്ചു കൊടുത്തിട്ട് പറയാണ്, ഇത് നൈസ് അല്ലേ എന്നൊക്കെ അവിടുത്തെ ചോദിക്കുകയാണ് അല്ലേ. അപ്പം നമ്മുടെ ലൂസി എന്താ പറഞ്ഞത്? ഐ തിങ്ക് ഇറ്റ്സ് എ ടോയ് സ്റ്റാർ ലൂസി സാഡ് അല്ലേ. ലൂസി എന്ത് പറഞ്ഞു? എനിക്ക് തോന്നുന്നത് ഇതൊരു ടോയ് സ്റ്റാർ ആണ് എന്ന് തോന്നുന്നു എന്ന് ആര് പറഞ്ഞു? നമ്മുടെ ലൂസി പറഞ്ഞു അല്ലേ. ടോയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കളിപ്പാട്ടത്തിനൊക്കെയാണ് നമ്മൾ ടോയ്സ് എന്ന് പറയാം അല്ലേ. അപ്പോൾ അതൊരു ടോയ് സ്റ്റാർ ആണ് എന്ന് ആര് പറഞ്ഞു? നമ്മുടെ ലൂസി പറയാണ് അല്ലേ. നോ ദിസ് ഇസ് നോട്ട് എ ടോയ് സ്റ്റാർ അല്ലേ. അപ്പം നമ്മുടെ ലക്കി പറഞ്ഞേ, ടോയ് സ്റ്റാർ ഒന്നും അല്ല ഇത്, ഇറ്റ് ഈസ് സ്പെഷ്യൽ ട്രഷർ. ഇതെന്താണ്? ഒരു സ്പെഷ്യൽ ട്രഷർ ആണെന്ന് ആര് പറഞ്ഞു? സെഡ് ലക്കി ഇല്ലേ. ലക്കി പറഞ്ഞു ഇത് ടോയ് സ്റ്റാർ ഒന്നുമല്ല, ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ട്രഷർ ആണെന്ന് ആര് പറഞ്ഞു? നമ്മുടെ ലക്കി പറഞ്ഞു. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി മിസ് ഒന്നുകൂടി വായിക്കാം. മിസ്സിനോടൊപ്പം ചേർന്ന് എല്ലാവരും വായിക്കണേ. മിസ് ഒരു വേർഡ് വായിക്കാം, അത് കഴിഞ്ഞിട്ട് മക്കളത് കേട്ടിട്ട് വായിക്കാം കേട്ടോ. ഓക്കെ മക്കളെ. ഹേ ലൂസി കം, ഹിയർ ഈസ് സംതിങ് special. Lucky called out to his sister. Lucy came up to Lucky. See this, it's nice, isn't it? He asked. I think it's a toy star, Lucy said. No, this is not a toy star. It is a special treasure, said Lucky. ഓക്കെ മക്കളെ, അപ്പോൾ എല്ലാ കൂട്ടുകാരും വായിച്ചല്ലോ. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം മക്കൾ എന്ത് ചെയ്യണം? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഭാഗത്തിൽ കഴിഞ്ഞ നമ്മൾ മലയാളം ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ മക്കൾക്ക് ഇഷ്ടമുള്ള ഒരു ഭാഗം വായിച്ചിട്ട് നിർബന്ധമായിട്ടും മിസ്സിന് ഗ്രൂപ്പിലോട്ടോ അല്ലെങ്കിൽ പേഴ്സണലിയോ വോയിസ് ആയിട്ട് മെസ്സേജ് ഇടുക കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പേര് വായിച്ച് അയച്ചിട്ടുണ്ടായിരുന്നു, എങ്കിലും കുറച്ച് പേരൊക്കെ വായിക്കാത്തതായിട്ടുണ്ട്. അപ്പം മിസ്സിൻ്റെ അടുത്ത് കുറേ പേര് കാരണം പറഞ്ഞിട്ടുണ്ട്, വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ വീട്ടിലില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? വെക്കേഷനൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം മക്കൾ നന്നായിട്ട് ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് പഠിത്തത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് എക്സാമിനായിട്ട് അധികം സമയമൊന്നും നമ്മുടെ മുന്നിലില്ല അല്ലേ. മാർച്ച് ആകുമ്പോഴേക്കും നമ്മുടെ ഫൈനൽ എക്സാമിങ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അപ്പോഴേക്കും ചാപ്റ്റേഴ്സ് എല്ലാം നന്നായിട്ട് പഠിക്കണം അല്ലേ. ഓക്കെ മക്കളെ, നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോവാം അല്ലേ. അപ്പം മക്കൾക്ക് അവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ട്രഷർ? എന്താണ് ചോദിച്ചത്? വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദി ട്രഷർ? നോക്കിക്കേ മക്കളെ, the treasure is special because it is not a toy star but something valuable to Lucky. എന്തുകൊണ്ടാണ് മക്കളെ? നമ്മൾ പറഞ്ഞോലേ, ആ ട്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു ടോയ് സ്റ്റാർ അല്ല അല്ലേ. ടോയ് സ്റ്റാർ അല്ല എന്ന് നമ്മുടെ ലക്കി പറയുന്നുണ്ട്. ബട്ട് സംതിങ് വാല്യബിൾ ടു ലക്കി. പക്ഷേ ലക്കിക്ക് വിലപ്പെട്ട എന്തോ ആണ് അല്ലേ. ടോയ് സ്റ്റാർ ഒന്നുമല്ല, അതെന്താണ്? ലക്കിക്ക് വിലപ്പെട്ട എന്തോ ആണല്ലേ. അതുകൊണ്ടാണ് നമ്മുടെ ട്രഷർ സ്പെഷ്യൽ ആണ് എന്ന് പറയുന്നത് അല്ലേ. നോക്കിക്കേ, ദി ട്രഷർ ഈസ് സ്പെഷ്യൽ ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് എ ടോയ് സ്റ്റാർ ബട്ട് സംതിങ് വാല്യബിൾ ടു ലക്കി. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തോട്ട് പോവാം അല്ലേ. നോക്കിക്കേ മക്കളെ, നിങ്ങൾക്ക് അവിടെ പിക്ചറിൽ നമ്മുടെ ലക്കിയും അതുപോലെ തന്നെ നമ്മുടെ ലൂസിയും ഒക്കെ കാണാനായിട്ട് പറ്റൂലേ. നോക്കിക്കേ മക്കളെ, ലക്കി എന്തോക്കെ നമ്മുടെ ലൂസിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കാണിച്ചു കൊടുക്കുന്നുണ്ട് അല്ലേ. നോക്കിക്കേ മക്കളെ, മിസ് വായിക്കുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ദ ട്രഷർ ലുക്ക്ഡ് ലൈക്ക് എ സ്റ്റാർ. ഇറ്റ് വാസ് തിക്ക് ആൻഡ് ഗ്ലോസി ആൻഡ് എ ലിറ്റിൽ ഹെവി ടു. ഇറ്റ് ലുക്സ് വെരി ബ്യൂട്ടിഫുൾ ബട്ട് ഇറ്റ്സ് നോട്ട് എ ടോയ് സ്റ്റാർ. Lucky took the treasure in his hands. What is it then? Lucky, do you have any idea? Lucy asked. Okay മക്കളെ, എന്താണ് ഇവിടെ സംഭവിച്ചത്? ഒരിക്കൽ കൂടി നോക്കിക്കേ.
ദ ട്രഷർ ലുക്ക്ഡ് ലൈക്ക് എ സ്റ്റാർ അല്ലേ? ആ ട്രഷർ എന്തുപോലെയായിരുന്നു കാണാനായിട്ട്? ലുക്ക്ഡ് ലൈക്ക് എ സ്റ്റാർ അല്ലേ? സ്റ്റാർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്തായിരുന്നു മക്കളെ? ആ നക്ഷത്രമാണ് അല്ലേ? അപ്പോൾ ദ ട്രഷർ ലുക്ക്ഡ് ലൈക്ക് എ സ്റ്റാർ. ആ ട്രഷർ കാണാനായിട്ട് ഒരു നക്ഷത്രത്തെ പോലെയായിരുന്നു. ഇറ്റ് വാസ് തിക്ക് ആൻഡ് ഗ്ലോസി. ഇറ്റ് വാസ് തിക്ക് ആൻഡ് ഗ്ലോസി അല്ലേ? അതിനെക്കുറിച്ച് എന്തുണ്ടായിരുന്നു മക്കളെ? കനം ഉണ്ടായിരുന്നു അല്ലേ? കുറച്ച് കട്ടിയൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഗ്ലോസി അല്ലേ? അതുപോലെ തന്നെ അതിനെന്തുണ്ട്? നല്ല തിളക്കം ഉണ്ടായിരുന്നു അല്ലേ? ആൻഡ് ലിറ്റിൽ ഹെവി ടു. അതുപോലെ തന്നെ അതിന് ചെറിയൊരു കനം കൂടി, ചെറിയൊരു വെയിറ്റ് കൂടി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ഇറ്റ്സ് ലുക്സ് വെരി ബ്യൂട്ടിഫുൾ. അത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് അല്ലേ? ബട്ട് ഇറ്റ്സ് നോട്ട് എ ടോയ് സ്റ്റാർ. പക്ഷെ അതെന്തല്ല, ഒരു ടോയ് സ്റ്റാർ അല്ല അല്ലേ? ലക്കി ടുക്ക് ദി ട്രഷർ ഇൻ ഹിസ് ഹാൻഡ്സ്. നമ്മുടെ ലക്കി എന്ത് ചെയ്തു? ടുക്ക് ദി ട്രഷർ ഇൻ ഹിസ് ഹാൻഡ്സ്. അവൻ എന്ത് ചെയ്തു? ആ ട്രഷർ അവൻ്റെ കയ്യിൽ എടുത്തു അല്ലേ? വാട്ട് ഈസ് ഇറ്റ് ദെൻ? പിന്നെ ഇതെന്തായിരിക്കും? ലക്കി ഡു യു ഹാവ് എനി ഐഡിയ? ലൂസി ആസ്ക്ഡ് അല്ലേ? അപ്പം ലക്കിയോട് ലൂസി ചോദിക്കുകയാണ്, ഡു യു ഹാവ് എനി ഐഡിയ അല്ലേ? ഇതെന്താണ്? നിനക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഒക്കെ ഉണ്ടോ എന്ന് ആര് ചോദിക്കുകയാണ്? നമ്മുടെ ലൂസി ലക്കിയുടെ അടുത്ത് ചോദിക്കുകയാണ് അല്ലേ? ഓക്കെ മക്കളെ, ഇനി നമുക്ക് ഒന്നിച്ചൊന്ന് വായിക്കാം. മിസ് വായിക്കുന്നത് കേട്ട് എല്ലാ കൂട്ടുകാരും വായിക്കണേ. ദ ട്രഷർ ലുക്ക്ഡ് ലൈക്ക് എ സ്റ്റാർ. It was thick and glossy and a little heavy too. It looks very beautiful, but it's not a toy star. Lucky took the treasure in his hands. What is it then? Lucky, do you have any idea? ലൂസി ആസ്ക്ഡ്. ഓക്കെ മക്കളെ, എല്ലാവരും മിസ്സിനോടൊപ്പം വായിച്ചോ. പിന്നെ മിസ്സ് പറഞ്ഞല്ലോ, ക്ലാസ് കഴിഞ്ഞതിന് ശേഷം മക്കൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും ഏതെങ്കിലും ഒരു പാസേജ് വായിച്ചിട്ട് നമ്മുടെ ഗ്രൂപ്പിലേക്കോ മിസ്സിന് പേഴ്സണലായിട്ടോ വോയിസ് അയക്കണം കേട്ടോ. ഓക്കെ മക്കളെ, ഇനി മിസ്സ് പറയുന്ന വേർഡ്സ് എല്ലാ മക്കളും അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, ആദ്യം നമ്മൾ ട്രഷർ നമ്മൾ ഓൾറെഡി അണ്ടർലൈൻ ചെയ്തതാണല്ലേ? അപ്പോൾ ആരെങ്കിലും അണ്ടർലൈൻ ചെയ്യാത്തതുണ്ടെങ്കിൽ ഇപ്പോൾ അണ്ടർലൈൻ ചെയ്തോളാം. ട്രഷർ, അതുപോലെ ഒന്ന് സ്റ്റാർ കേട്ടോ, STAR സ്റ്റാർ. ദെൻ അടുത്തത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ടത് ഗ്ലോസി. എന്താണ്? ഗ്ലോസി അണ്ടർലൈൻ ചെയ്യുക. പിന്നെ മക്കൾ അണ്ടർലൈൻ ചെയ്യേണ്ടത് ബ്യൂട്ടിഫുൾ. എല്ലാവരും അണ്ടർലൈൻ ചെയ്തേ. ബ്യൂട്ടിഫുൾ എന്നുള്ള വേർഡ് അണ്ടർലൈൻ ചെയ്യുക. ദെൻ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ടത് ടോയ് എന്നുള്ള വേർഡ് കേട്ടോ. ടോയ്, അതൊക്കെ എല്ലാ കൂട്ടുകാർക്കും എഴുതാൻ അറിയുന്നതായിരിക്കും. എല്ലാവരും അണ്ടർലൈൻ ചെയ്തോ. ദെൻ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ടത് ഐഡിയ. എന്താണ്? ഐഡിയ, IDEA, ഐഡിയ. അപ്പോൾ നമ്മൾ ട്രഷർ, സ്റ്റാർ, ഗ്ലോസി, ബ്യൂട്ടിഫുൾ, ടോയ്, അതുപോലെ തന്നെ ഐഡിയ, ഇത്രയും വേർഡ്സാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. നേരത്തെ നമ്മൾ കുറച്ച് വേർഡ്സ് പറഞ്ഞു അല്ലേ? മിസ്സ് പറഞ്ഞല്ലോ, ഈ അണ്ടർലൈൻ ചെയ്ത വേർഡ്സ് നെക്സ്റ്റ് ഡേ നമുക്ക് ക്ലാസ് ഇല്ല. ആ സമയത്ത് നിങ്ങൾ വീട്ടിൽ നിന്ന് ഡിറ്റീഷൻ നടത്തിയിട്ട് മിസ്സിന് ഫോട്ടോ എടുത്തിട്ട് ഷെയർ ചെയ്യണം കേട്ടോ. ഓക്കെ മക്കളെ, നിങ്ങൾക്ക് അവിടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. വാട്ട് ഈസ് ദാറ്റ് ട്രഷർ? എന്തായിരിക്കാം ആ നിധി എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായിരിക്കാം മക്കളെ? നമുക്ക് നോക്കാം അല്ലേ? അടുത്ത ഭാഗത്തോട്ട് പോവാം മക്കളെ. നോക്കിക്കേ, ആദ്യം നിങ്ങൾക്ക് ലിസൺ ടു യുവർ ടീച്ചർ. നിങ്ങൾക്ക് ടീച്ചർ പറഞ്ഞു തരുന്നൊരു കാര്യം അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ, ഹൂസ് ട്രഷർ ഈസ് ദിസ്? ലെറ്റ് us ഫൈൻഡ് ദി ഓണർ ആൻഡ് ഗീവ് ഇറ്റ് ബാക്ക്, ലൂസി സാഡ്. ലെറ്റ്സ് ആസ്ക് മിലി. ദി ചിൽഡ്രൻ വെന്റ് ടു മിലീസ് ഹൗസ്. ഓക്കെ മക്കളെ, എന്താണ് അവിടെ പറഞ്ഞിട്ടുള്ളത്? ഹൂസ് ട്രഷർ ഈസ് ദാറ്റ്? ആരുടെ നിധിയാണ് അത് എന്ന് അവർ ചിന്തിക്കുകയാണ് അല്ലേ? ലെറ്റ്സ് ഫൈൻഡ് ദി ഓണർ ആൻഡ് ഗിവ് ഇറ്റ് ബാക്ക്. നമുക്ക് എന്ത് ചെയ്യണം? ആ ഓണറുടെ, അതായത് ആ ട്രഷർ ആരതാണോ അദ്ദേഹമല്ലേ അതിൻ്റെ ഓണർ. അപ്പം അവരെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ആ ഒരു ട്രഷർ തിരിച്ചേൽപ്പിക്കണം എന്ന് പറയുകയാണല്ലേ. ആരാ പറഞ്ഞത്? ലൂസി സെഡ്. ആരാണ് പറഞ്ഞത്? ലൂസി പറയാണ് ആ ട്രഷറിൻ്റെ ഓണർ ആരാണ്, അദ്ദേഹത്തെ കണ്ടുപിടിച്ചിട്ട് അതെന്ത് ചെയ്യണം? തിരിച്ച് ഏൽപ്പിക്കണമെന്ന് പറയുകയാണല്ലേ. ഓക്കെ മക്കളെ, അവരെന്ത് ചെയ്തു? ലെറ്റ്സ് ആസ്ക് മിലി അല്ലേ? അവരെന്ത് ചെയ്തു? മിലിയുടെ അടുത്ത് ചോദിക്കുക എന്ന് ഡിസൈഡ് ചെയ്യുകയാണ് അല്ലേ. ദ ചിൽഡ്രൻ വെന്റ് ടു മിലീസ് ഹൗസ്. അവരെന്ത് ചെയ്തു? നമ്മുടെ മിലിയുടെ വീട്ടിലേക്ക് അവർ പോവാണ് അല്ലേ. ഓക്കെ മക്കളെ, നമുക്ക് നോക്കാം പിന്നീട് എന്താണ് സംഭവിച്ചത്. ലക്കി ആൻഡ്
Lucy went to Millie's house. Millie, hey Millie, Lucky called out. Millie and her mother came out. See this? We got it from the garden. Is it yours? Lucky asked. No, no, this is not mine, Millie replied. Then whose treasure is this? Lucky had no idea. Okay, മക്കളെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരിക്കൽ കൂടി നോക്കിക്കേ. ലക്കി ആൻഡ് ലൂസി വെൻ ടു മിലീസ് ഹൗസ് അല്ലേ. ലക്കിയും അതുപോലെ തന്നെ നമ്മുടെ ലൂസിയും കൂടി ഇവിടെ പോയി നമ്മുടെ മിലിയുടെ വീട്ടിലേക്ക് പോയില്ലേ. അപ്പോൾ അവിടെ നമുക്ക് പിക്ചർ തന്നിട്ടുണ്ട്, മിലിയുടെ ഹോം തന്നിട്ടുണ്ട്, അവളുടെ അമ്മ അവിടെ ഇരിപ്പുണ്ട്, നമ്മുടെ മിലി ഉണ്ട് അല്ലേ. പിന്നെ ആരൊക്കെയാണ്? നമ്മുടെ ലൂസി ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ലക്കി ഉണ്ട്. ലക്കിയുടെ കയ്യിൽ എന്തുണ്ട്? ആ ഒരു ട്രഷറും ഇരിപ്പുണ്ട് അല്ലേ. ഓക്കെ മക്കളെ നോക്കിക്കേ. അപ്പം നമ്മുടെ ലക്കിയും ലൂസിയും കൂടി നമ്മുടെ മിലിയുടെ വീട്ടിലേക്ക് പോയില്ലേ. എന്നിട്ട് ഇവരെന്ത് ചെയ്തു? മിലി, ഹേ മിലി, ലക്കി കാൾഡ് ഔട്ട്. ലക്കി വിളിക്കുകയാണല്ലേ, മിലി മിലി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലക്കി എന്ത് ചെയ്തു? അവളെ വിളിച്ചു അല്ലേ. മിലി ആൻഡ് ഹർ മദർ കെയിം ഔട്ട്. മിലിയും അവളുടെ അമ്മയും എന്ത് ചെയ്തു? പുറത്തേക്ക് വന്നു അല്ലേ. സീ ദിസ്, വി ഗോട്ട് ഇറ്റ് ഫ്രം ദി ഗാർഡൻ. നീ ഇത് നോക്ക്, ഞങ്ങൾക്കിത് ഗാർഡനിൽ നിന്ന് കിട്ടിയതാണെന്ന് ആര് പറഞ്ഞു? നമ്മുടെ ലക്കി പറയുകയാണല്ലേ. ഈസ് ഇറ്റ് യുവേഴ്സ്? ലക്കി ആസ്ക്ഡ്. ഇത് നിൻ്റെ ആണോ എന്ന് ആര് ചോദിച്ചു? നമ്മുടെ ലക്കി ചോദിക്കുകയാണല്ലേ. ഇത് നോക്ക്, ഇത് ഞങ്ങൾക്ക് ഗാർഡനിൽ നിന്ന് കിട്ടിയതാണ്, ഇത് നിൻ്റെ ആണോ എന്ന് നമ്മുടെ ലക്കി നമ്മുടെ മിലിയോട് ചോദിച്ചു അല്ലേ. നോ നോ, ദിസ് ഈസ് നോട്ട് മൈൻ, മിലി റിപ്ലൈഡ്. അല്ല ഇത് എൻ്റെ ഒന്നും അല്ല എന്ന് ആര് പറഞ്ഞു? മിലി റിപ്ലൈഡ് അല്ലേ. മിലി മറുപടി പറഞ്ഞു. ദെൻ ഹൂസ് ട്രഷർ ഈസ് ദിസ്? പിന്നെ ആരുടെ ട്രഷറാണ് ഇത് അല്ലേ. പിന്നെ ഇത് ആരുടെ നിധിയാണ്? ലക്കി ഹാഡ് നോ ഐഡിയ അല്ലേ. ലക്കിക്ക് ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല അല്ലേ. അപ്പം ലക്കി വിചാരിക്കുകയാണ് ഇതിപ്പോൾ മിലിയുടേതും അല്ല, പിന്നെ ഇപ്പോൾ ആര് ട്രഷർ ആയിരിക്കും എന്നുള്ളത് നമ്മുടെ ലക്കി ആലോചിക്കുകയാണ് അല്ലേ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് വായിച്ച് നോക്കാം. മിസ്സിനോടൊപ്പം മക്കൾ കൂടി വായിക്കണം കേട്ടോ. ഓക്കെ, എല്ലാവരും റെഡി ആണല്ലോ? മിസ് വായിക്കുന്നത് കേട്ടിട്ട് മക്കൾ വായിക്കുക കേട്ടോ. നോക്കിക്കേ മക്കളെ. Lucky and Lucy went to Millie's house. Millie, hey Millie, Lucky called out. Millie and her mother came out. See this, we got it from the garden. Is it yours? Lucky asked. No, no, this is not mine, Millie replied. Then whose treasure is this? Lucky had no idea. ഓക്കെ മക്കളെ, എല്ലാവരും വായിച്ചിട്ടുണ്ടല്ലോ. ഇനി മിസ് പറയുന്ന വേർഡ്സ് കൂടി എല്ലാവരും ഒന്ന് അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, ഫസ്റ്റ് വൺ ഹൗസ്. എല്ലാവരും അണ്ടർലൈൻ ചെയ്തേ ഹൗസ്. പിന്നെ മക്കൾ അണ്ടർലൈൻ ചെയ്യേണ്ടത് മദർ. എല്ലാവരും അണ്ടർലൈൻ ചെയ്തോ? മദർ. ഓക്കെ മക്കളെ, ഇവിടെ നിങ്ങൾ ഈ ഒരു 2 വേർഡാണ് പഠിക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവിച്ചത് മക്കളെ? നമ്മുടെ ലക്കിക്കോ അതുപോലെ തന്നെ ലൂസിക്കും എന്ത് കിട്ടി? ഒരു ട്രഷറി കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. എവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത്? ഫ്രം ദി ഗാർഡൻ അല്ലേ. ഗാർഡനിൽ നിന്നാണ് അവർക്കത് കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ അവർ എന്ത് ഡിസിഷൻ എടുത്തു? യെസ്, അതിൻ്റെ ഓണറെ ഫൈൻഡ് ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ട് അദ്ദേഹത്തിന് അത് തിരിച്ചു കൊടുക്കാം എന്നുള്ള തീരുമാനം എടുത്തു അല്ലേ. അങ്ങനെ അവർ എവിടേക്ക് പോയി? നമ്മുടെ മിലിയുടെ വീട്ടിലേക്ക് പോവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. പക്ഷെ അവിടെ എത്തിയപ്പോൾ എന്ത് സംഭവിച്ചത് മക്കളെ? അവർ മിലിയോട് പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് ഗാർഡനിൽ നിന്ന് കിട്ടിയതാണ്, ഇത് നിൻ്റെ ആണോ എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ മിലി എന്ത് മറുപടി പറഞ്ഞു? എൻ്റേതൊന്നും അല്ല എന്ന് ആര് പറഞ്ഞു? മിലി പറഞ്ഞു അല്ലേ. അപ്പം നമ്മുടെ ഇനി ആരതായിരിക്കും ആ ഒരു ട്രഷർ എന്നതിനെക്കുറിച്ച് നമ്മുടെ ലൂസിക്കോ അതുപോലെ തന്നെ ലക്കിക്കോ യാതൊരു വിധ ഐഡിയയും ഇല്ലായിരുന്നു അല്ലേ. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കുന്നുണ്ട്. Will the children find out the honor? അല്ലേ, ആ കുട്ടികൾക്ക്, അതായത് നമ്മുടെ
ലക്കിക്കും ലൂസിക്കും അതിൻ്റെ ഓണറുടെ നമ്മുടെ ട്രഷറിൻ്റെ ഓണർ ആരാ എന്നുള്ളത് അവർക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുമോ, അവർക്ക് കണ്ടെത്താൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. മക്കൾക്ക് എന്താണെന്ന് തോന്നുന്നത്, അവർക്ക് കണ്ടെത്താനായിട്ട് പറ്റുമോ? നമുക്ക് നോക്കാമല്ലേ, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇപ്പം നമുക്ക് വെക്കേഷൻ ആയതുകൊണ്ട് നമ്മൾ ഒരുപാടൊന്നും പഠിക്കുന്നില്ല, നമ്മൾ കുറച്ച് ക്ലാസ്സുകളായിട്ടാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ക്ലാസ് തുറന്നതിന് ശേഷം നിങ്ങൾക്ക് വെക്കേഷൻ കഴിഞ്ഞ ശേഷം നമ്മൾ കൂടുതൽ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, കൂടുതൽ സമയം ഉണ്ടായിരിക്കും. അപ്പം മക്കളിൽ നിന്ന് നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഇനി നമ്മൾ 3 ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പം മിസ്സ് പറഞ്ഞല്ലോ, ക്ലാസ് കഴിഞ്ഞതിന് ശേഷം 2 പ്രാവശ്യം നിർബന്ധമായിട്ടും മക്കൾ എടുത്തിട്ടുള്ള ഭാഗം വായിക്കുക. അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു ഭാഗം വായിച്ചിട്ട് മിസ്സിന് പേഴ്സണലായോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലോട്ടോ വോയിസ് ഷെയർ ചെയ്യുക. പ്ലസ് വേറൊരു ഹോംവർക്ക് കൂടിയുണ്ട്, മിസ് ഇന്ന് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള വേർഡ്സ് എല്ലാം മക്കൾ ഒരു നോട്ട്ബുക്കിലേക്ക് ലിസ്റ്റ് ചെയ്ത് എഴുതി വെക്കുക. വേഗം ഇരുന്ന് പഠിച്ചോളുക കേട്ടോ. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരു ഹാഫ് അവർ എടുത്തിട്ട് മക്കൾ എന്ത് ചെയ്യുക, വേഗം ഇരുന്ന് ആ വേർഡ്സ് പഠിക്കുക. എന്നിട്ട് അടുത്ത ദിവസം, അതായത് നിങ്ങൾക്ക് ട്യൂഷൻ ഇല്ലാത്ത ഡേ ആണ് അടുത്ത ഡേ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ദിവസം നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ പേരൻസോ അല്ലെങ്കിൽ മുതിർന്ന മറ്റാരെങ്കിലും ഡിറ്റീഷൻ നടത്തും. അതിൻ്റെ ഫോട്ടോയിടും. അതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് മിസ്സിന് പേഴ്സണലായോ ഗ്രൂപ്പിലോട്ടോ ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.